ഇപ്പൊ നമ്മുടെ ജൂണും സൻഹയും തമ്മിൽ ഡേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഹേജിനും ഒട്ടും വിശ്വസിക്കാതെ തന്നെ നിൽക്കുകയാണ്. ഇക്കാര്യം പറഞ്ഞ് അവൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഫാമിലി ആവുകയും അവൻ വീണ്ടും ഉപേക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് അവന്റെ മനസ്സിൽ. സൻഹ ഹേജിനോട് പിന്നീട് സംസാരിച്ച് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. അവൻ നല്ല ദേഷ്യത്തിലാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഹേജൻ ജോഗിങ്ങിന് പോകുമ്പോൾ ഇവന്റെ പുറകെ ദാലൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവളെ അറിയാതെ ഒരു സൈക്കിൾ തട്ടിയിടുകയും അവളുടെ കാലിന് പരിക്ക് പറ്റുകയും ചെയ്യുകയാണ്. അങ്ങനെ ഹേജനും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമ്മുടെ സൻഹയാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ വിവരം അറിഞ്ഞ് ജുവോണും അവിടെ ഓടിയെത്താണ്. ഹേജനും ജുവോണിനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്നെ പറ്റി വിഷമിച്ചിട്ട് നീയല്ലേ അവളോട് എന്നെ ഫോളോ ചെയ്ത് വരാനായിട്ട് പറഞ്ഞത്? ഇത് കേട്ട് അവള് എന്ത് ഞാനെപ്പോഴാ പറഞ്ഞ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു കാര്യം ആലോചിക്കുന്നത്. കാരണം രാവിലെ ഹേജൻ ജോഗിങ്ങിന് പോയ കാര്യം അറിഞ്ഞ് നമ്മുടെ ജുവോണും അവന് ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവക്കൊരു കോള് വന്ന് അവൾ അത്യാവശ്യമായിട്ട് പുറത്തുപോയി. ഇങ്ങനെയാണ് നമ്മുടെ താര അവന് ഫോളോ ചെയ്തത്. സൻഹയും അവളോട് നീ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഹേജിന്റെ മുന്നിൽ വെച്ച് തന്നെ ജുവോണിനെ വിളിച്ചോണ്ട് പോവുകയാണ്. ജുവോണിനോട് ഹേജിനും പറയുന്നത് ചെല്ല് നിന്റെ ബോയ് ഫ്രണ്ട് വിളിക്കുന്നത് എന്നിങ്ങനെ. ജുവോണും പറയുന്നത് നീ എങ്ങനെയെങ്കിലും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒന്നും കൂടെ കുഴപ്പത്തിലാവുകയല്ലേ ഉള്ളൂ. സൻഹയും അവളോട് പറയാണ് ഹേജൻ US-ലായിരുന്ന സമയത്ത് അവന്റെ കാലിന് പരിക്ക് പറ്റി. ആ സർജറിക്ക് ശേഷം വെറും 1 വർഷത്തിനുള്ളിൽ തന്നെ അവൻ എന്നെ വിളിച്ചിരുന്നു. അവൻ എന്ന് പറഞ്ഞത് അവന്റെ യഥാർത്ഥ അച്ഛനും അവനെ ഉപേക്ഷിച്ചു എന്നാണ്. എന്തുകൊണ്ടാ എല്ലാരും എന്നെ ഇങ്ങനെ വെറുതെ ഉപേക്ഷിക്കുന്നത് എന്നിങ്ങനെ ഹേജൻ ചോദിച്ചു എന്നും. ഇത് കേട്ട് നമ്മുടെ ജുവോണും ചോദിക്കുകയാണ് അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ എല്ലാരും അവന് വീട്ടിൽ വെയിറ്റ് ചെയ്തിരുന്നല്ലേ? അന്ന് ഞാൻ ഇത് തന്നെ അവനോട് പറഞ്ഞത്. ഇന്നലെ അവൻ എന്നോട് പറഞ്ഞതും ഇത് തന്നെയാണ്. എല്ലാരും എന്തുകൊണ്ടാ അവനെ ഉപേക്ഷിക്കുന്നതെന്ന്. നമ്മളെല്ലാരും അവനുണ്ടെന്ന് പറഞ്ഞിട്ടും അവനൊന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്ക് ദേഷ്യമെന്നും അവന് പറയാണ്. ഇപ്പൊ ഹേജനും നമ്മുടെ ദാലും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയില് ഹേജിനെ പറ്റിട്ട് ആലോചിച്ച് വിഷമിച്ചിട്ടാണ് ദാല അവന്റെ പുറകെ വന്നതെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് അവള്. പക്ഷെ എന്നാൽ ഇപ്പോഴും നമ്മുടെ ജൂൺ പറഞ്ഞു വിട്ടയാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളും കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നലെ അവർ രണ്ടുപേരും നല്ല സങ്കടത്തിലും ടെൻഷനിലും ആയിരുന്നു. അവർ രണ്ടുപേരും നിന്നെ മനഃപൂർവ്വം സങ്കടപ്പെടുത്തണം എന്ന് കരുതിയിട്ടല്ല ഇത് ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കും നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് നമ്മുടെ ദാല ഹേജനോട് പറയുകയാണ്. അതെനിക്കറിയാം. ഞാൻ ഇപ്പോ വെറും ഒരു കാരണമില്ലാതെയാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും എനിക്കറിയാം. പക്ഷെ അവർക്ക് എന്റെ ഫീലിങ്സ് അറിയാൻ പറ്റത്തില്ല എന്നിങ്ങനെ നമ്മുടെ ഹേജനും പറയുകയാണ്. ഇത് കേട്ട് ദാല അവനോട് പറയുന്നത് കാരണമില്ലാതെ നീ പെരുമാറിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് സങ്കടപ്പെടണ്ട എന്ന്. ഇത് കേട്ട് ഹേജനും പറയും നീ എപ്പോഴും നല്ല കാര്യങ്ങളാണ് പറയാറെന്ന്. അപ്പോഴാണ് നമ്മുടെ ദാലിനും സന്തോഷം വരുന്നത്. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ ജുവോൺ അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു ഫുഡിന്റെ റെസിപ്പി മേടിച്ച് നമ്മുടെ ഹേജിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അത് കുക്ക് ചെയ്ത് എടുത്തിട്ട് അവളും സംസാരിക്കുന്നുണ്ട് അവനോട്. ഇങ്ങനെ വെറുതെ അപ്സെറ്റ് ആയിട്ടിരിക്കാതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സൻഹ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് നിനക്ക് അവനെ കുറ്റം പറഞ്ഞൂടെ? നീ എന്റെ ചേട്ടനല്ലേ? അത് മാത്രല്ല നീയല്ലേ ഏറ്റവും മൂത്തത്. അപ്പൊ അളിയന്റെ സ്ഥാനത്ത് നിന്ന് നിനക്ക് അവനെ വഴക്ക് പറയാലോ. ഇത് കേട്ട് ഹേജിനും ഞാനും സൻഹയും തമ്മിലെ വഴക്കിട്ട നീ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് അവളും അതൊന്നും ശരിയാത്തില്ല, നിങ്ങൾ വഴക്കിടാൻ പാടില്ല എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മുടെ ഹേജിനും അങ്ങ് ദേഷ്യം വരും. ഇത് മനസ്സിലാക്കി അവളും പെട്ടെന്ന് ഞാൻ നിന്റെ സൈഡിൽ തന്നെ നിൽക്കത്തുള്ളൂ, ഒരിക്കലും ഞാൻ നിന്റെ സൈഡിൽ നിന്ന് മാറത്തില്ല എന്ന് പറയും. ഇതും കേട്ട് ഹേജിനും ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് കൂളായി. എങ്കിൽ ശരി നീയും കഴിക്കുക എന്നിങ്ങനെ പറയും. നമുക്കിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോകാമെന്നും നമ്മുടെ ജുവോൺ പറയാണ്. അപ്പോഴാണ് സൻഹയും അവിടേക്ക് വരുന്നത്. ജുവോൺ അവനോട് ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ വലിയ പ്രശ്നമില്ലാതിരിക്കുക എന്നിങ്ങനെ പറയും. നമ്മുടെ സൻഹയും അവിടെ ചെന്ന് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹേജൻ പറയുന്നത് എനിക്ക് ഫുഡ് മതിയായി, നമുക്ക് പോയി ഐസ്ക്രീം കഴിക്കാം എന്ന് പറഞ്ഞ് സൻഹ ഒന്ന് മൈൻഡ് കൂടി ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നത്. ഇവരും പോയി കഴിഞ്ഞിട്ട് നമ്മുടെ സൻഹ ആ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. അപ്പോഴാണ് എരിഞ്ഞു പൊള്ളുന്നത്. ഹേജൻ ഇപ്പൊ സൻഹയോടുള്ള ദേഷ്യം കൊണ്ട് എണീറ്റ് പോയതല്ല, എരിവ് സഹിക്കാതെ ഐസ്ക്രീം കഴിക്കാൻ പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മുടെ ജുവോണും ഹേജനും സംസാരിക്കുകയാണ്. ഹേജൻ അവളോട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഇതിനെതിരെ തന്നെയാണ്. ഇനി ഇത് അച്ഛൻ അറിയുമ്പോ അവരും എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന്. ഇപ്പൊ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ സൻഹയുടെ അടുത്ത് ഹേജന്റെ കാര്യം തന്നെ ചോദിച്ച് പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹീജു. ആ സമയമാണ് സൻഹയുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അച്ഛൻ അവിടെ എത്തുന്നത്. ഹീജുവിനെ കണ്ട് ഇത് ആരാന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് ഇതെന്റെ ഹൈസ്കൂൾ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്നും. എങ്കിൽ നമ്മളുടെ കൂടെ ഇവള് ഫുഡ് കഴിക്കാൻ വരട്ടെ എന്നിങ്ങനെ അച്ഛനും പറയുമ്പോഴാണ് അതിനൊന്നും ആവശ്യമില്ല, അവക്ക് ചിലപ്പോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം എന്ന് പറയുമ്പോ നമ്മുടെ ഹീജുവും അവിടുന്ന് പോവാൻ പോവുകയാണ്. സൻഹയുടെ അച്ഛനും ഹേജിനെയും കൂടെ ഒന്ന് വിളിച്ചു നോക്ക് എന്നിങ്ങനെ പറയുന്ന കേട്ട ഹീജുവും പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് അച്ഛൻ ഞാനും നിങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വരാന്ന് പറയുകയാണ്. ഇപ്പൊ ബേക്കറിയിൽ നമ്മുടെ ജുവോണിനോട് ജുൻഹോയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് സൻഹയുടെ അച്ഛന്റെ കൊളീഗ് അവിടെ അയാളുടെ വൈഫിന് വേണ്ടിയിട്ട് കേക്ക് മേടിക്കാൻ എത്തുന്നത്. ജുൻഹോയും ഇവളോട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അയാളും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഹീജുവും മനസ്സിലാക്കുന്ന ഹേജിനും അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ എത്തത്തില്ല എന്ന്. എങ്ങനെയെങ്കിലും അവനോടൊന്ന് പറ, ഇങ്ങനെയൊക്കെ വല്ലപ്പോഴല്ലേ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവളും പറയും.
പറയും. പക്ഷേ നമ്മുടെ സൻഹയും ഇഗ്നോർ ചെയ്യുന്നതങ്ങ്. ഇപ്പൊ രാത്രിയിലെ രണ്ട് അച്ഛന്മാരും ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് സൻഹയും ഹീജും ഡേറ്റ് ചെയ്യുവന്നാ. ഇത് കേട്ട ജുവോന്റെ അച്ഛനും ആ ശരിയാ, ഞാനും അവരന്ന് ചെക്കപ്പിന് പോയപ്പോ കണ്ടായിരുന്നു. അവര് ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെയാണ് സംസാരിച്ചത്. അവർ രണ്ടുപേരും നല്ല രസം ഉണ്ടായിരുന്നു കാണാനെന്നും. ശരിയാ, അവള് നല്ല സുന്ദരിയാ, പിന്നെ നല്ല രീതിയിലാ പെരുമാറുന്നതും. എനിക്ക് തോന്നുന്നത് ജുവോണും ഒരാൾ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നാ. ആരെയാന്ന് ജുവോന്റെ അച്ഛനും ചോദിക്കും. അപ്പോഴാണ് സൻഹയുടെ അച്ഛനും പറയുന്നത്, എന്റെ കൊളീഗ് കേക്ക് മേടിക്കാൻ പോയപ്പോ അവൾ ഒരു ചെറുക്കനുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. അവര് ഭയങ്കര ക്ലോസ് ആയിട്ടാ തോന്നിയത്. അവനാണെങ്കിൽ അവള് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവന് നല്ല നീളവും കാണാൻ ലുക്കും ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. ഇതും കേട്ട് അവളുടെ അച്ഛനും സന്തോഷിക്കുന്നത്. അപ്പൊ ഇതേ സമയം നമ്മുടെ ജുവോന്റെ ബേക്കറിയിലാണെങ്കിൽ സോക്കും ജീവനും കൂടെ റൊമാൻസ് കാണിച്ചോണ്ടിരിക്കും. ഇതും കണ്ട അവക്കും ദേഷ്യം വരും. കേക്ക് മേടിച്ചോണ്ട് പോവാനുള്ളത് ഇവിടെ ഇരുന്ന് റൊമാൻസ് കാണിക്കാണ് രണ്ടെണ്ണം കൂടെ. അപ്പോഴാണ് സോക്കും അവളോട് ചോദിക്കുന്നത്, ഈയിടെയായിട്ട് എന്തുകൊണ്ടാ എനിക്ക് ഹേജിനെ കാണാൻ പറ്റാത്തത്? വിളിച്ചു കഴിഞ്ഞാലും അവൻ കോൾ എടുക്കത്തില്ല, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവന്. ഇത് കേട്ട് ജുവോണ്ടും ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് സൻഹയോടും ഇക്കാര്യം അവള് പറയുന്നുണ്ട്. ഇവരും ഇങ്ങനെ സംസാരിച്ച് ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സൻഹയും അവളെ പിടിച്ച് കിസ് ചെയ്യുന്നത്. ആ സെയിം ടൈമിൽ തന്നെ ഹേജനും കഥവ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി വരും. ഇവനെയും കണ്ട് ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. ഹേജനും ഇവരോട് സംസാരിക്കാനായിട്ട് അകത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. എന്നിട്ട് അവനും റെഡിയാക്കിയ കുറെ റൂൾസ് ഒക്കെ എടുത്തിങ്ങനെ കാണിക്കും. നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്നെങ്കിൽ ഇതൊക്കെ പാലിക്കണമെന്നും പറഞ്ഞ്. ഇത് കണ്ട് നമ്മുടെ സൻഹ എന്തുവാ നീ എന്നെ കളിയാക്കണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് ഹേജനും, നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഞാൻ ഈ സെയിം സംഭവം തന്നെ ചെയ്യത്തുള്ളായിരുന്നു. അപ്പോഴാണ് ഹേജന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് അവളും പറയുന്നത്, ആ ശരിയാ, എന്റെ ചേട്ടൻ എന്ന നിലയ്ക്ക് അവനത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോഴാണ് സൻഹയും അതെടുത്ത് വെച്ച് വായിച്ചു വെക്കും. അതിനകത്തും പറയുന്നത് 12 മണിക്ക് മുന്നേ രണ്ടെണ്ണവും വീട്ടിൽ കയറിക്കോണോന്ന്. ഇതും കണ്ട് അവനും അങ്ങ് ദേഷ്യം വരും. 12 മണിക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും എന്തോ ചെയ്യാനാണ് പ്ലാൻ എന്നിങ്ങനെ നമ്മുടെ ഹേജനെ ദേഷ്യത്തിൽ ചോദിക്കും. അപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉത്തരവില്ലാതിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനകത്ത് അടുത്ത റോള് പറയുന്നത്, ഞാൻ നിന്നെയും കണ്ടില് മൂത്തതാ, അതുകൊണ്ട് തന്നെ നീ എപ്പോഴും എന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും റെസ്പെക്ട് ചെയ്ത് തന്നെ വേണം ചെയ്യാനെന്ന്. ഇത് കണ്ട് സൻഹയും ദേഷ്യത്തില്ല പേപ്പറും കീറി അങ്ങ് ചുരുട്ടിക്കൊട്ടി കളയുന്നത്. എന്തുവാടാ നീ ഇപ്പൊ ചെയ്തത്? അത് കീറി കളഞ്ഞോ? ഓ ശരി ശരി, ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എടി ജുവോണെ, നീ ഈ ചെറുക്കനെ ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഉറപ്പായിട്ടും ഇതിനെതിരാ. അപ്പോഴാണ് ജുവോണ് സൻഹ ഇങ്ങനെ തട്ടിയിട്ട്, എടാ പോയി സോറി പറയടാ. ഇത് കേട്ട സൻഹയും മനസ്സിലാ മനസ്സോടെ അവനെ റെസ്പെക്ട് ചെയ്ത്, വലിയേട്ടാ എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യ് പ്ലീസ് പ്ലീസ് എന്നൊക്കെ കാണിച്ച് ക്യൂട്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഹേജനും അങ്ങ് ചിരി വരും. അങ്ങനെ ഇവരുടെ ഈ ഒരു ബന്ധത്തില് ഹേജനും ഇപ്പൊ വലിയൊരു പ്രശ്നമില്ല. ഇനി അച്ഛന്മാരുടെ കൂടി റിയാക്ഷൻ അറിയണം ഇവർക്ക്. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഹേജനും പുറത്ത് നിൽക്കുമ്പോഴാണ് സോക്ക് അവനെ കോൾ ചെയ്യുന്നത്. കുറച്ചൊന്ന് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് ഹേജൻ കോൾ കട്ട് ചെയ്യുകയാണ്. ഇപ്പൊ അവന്റെ അമ്മയും അവരുടെ കേസ് ഹാൻഡിൽ ചെയ്ത ലോയറുമായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിലായിരുന്നേനെ എന്നൊക്കെ പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മകനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല, ഞാൻ അവനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഒരു സ്ത്രീ മകനെ വളർത്താനും വേണ്ടിയിട്ട് കാശ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടും സോളിലേക്ക് പോയി. ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോ ഒരു റിച്ച് ആയിട്ടുള്ള ആൾ വന്ന് കമ്പനി കൂടാൻ ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ മരിച്ചുപോയി. അതെന്നെ കാരണമാണ് എന്റെ മകനും ആ സ്ഥിതിയൊന്നും വരുത്താതിരിക്കാനായിട്ടാണ് ഞാൻ അവനിൽ നിന്നും അകന്നു നിൽക്കുന്നതെന്നും പറയുകയാണ്. അങ്ങനെ ലോയറും നമ്മുടെ ഹേജിന്റെ അമ്മയോട് ബായൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അമ്മയും തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഹേജൻ അവിടെ നിൽക്കുന്നത് കാണുന്നത്. പക്ഷെ ഒന്നും മിണ്ടാതെ തന്നെ ഹേജൻ അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴാണ് മോനെ ഹേജൻ എന്നിങ്ങനെ അമ്മയും വിളിക്കുന്നത്. ഇത് കേട്ട് അവൻ തിരിഞ്ഞു നിൽക്കുകയാണ്. അമ്മയും, മോനെ ഈ സ്ഥലം നിനക്ക് എങ്ങനെ അറിയാം, നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് അവനും ചോദിക്കുന്നത്, എന്തൊറ്റി, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ ശേഷം ഇത്രയും സന്തോഷത്തിൽ തന്നെ ജീവിക്കുന്നു, നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് വരെ ഉണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ഹാപ്പി ലൈഫിൽ ഞാൻ വന്നത് പ്രശ്നമായി പോയോ? നിങ്ങളിങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അതിലുപരി ഞാൻ നിങ്ങളെ മിസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാതിരിക്കാൻ കഴിയും? അപ്പോഴാണ് നമ്മൾ കാണിക്കുന്നത് അവൻ ഇത്രയും ദിവസവും ബിസി ആയിട്ടിരിക്കുന്നെന്ന് നമ്മുടെ സോക്കൊക്കെ പറഞ്ഞത് ഇവൻ അമ്മയെ കാണാൻ ഡെയിലി വന്നോണ്ടിരുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ചിരി കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സന്തോഷത്തിലാണല്ലോ എന്നാലോചിച്ച് ഞാൻ സമാധാനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എത്ര ആലോചിച്ചിട്ടും നിങ്ങൾ സന്തോഷത്തിലായിട്ടും എന്തുകൊണ്ടാണ് എന്നെ കാണാൻ ഇന്നേ വരെ വരാഞ്ഞെന്ന് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് അമ്മയും അവനോട് സോറി പറയുന്നത്. ഇത് കേട്ട ഹേജനും, നിങ്ങൾ എന്നോട് സോറി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ ഇന്ന് ഇവിടെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിൽ പെരുമാറിക്കോളാം, ഇനി മുതൽ ഞാൻ ഇങ്ങോട്ട് വരത്തതും ഇല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും അവന്റെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. അങ്ങനെ മറ്റൊരു വഴിയില്ലാതെ ഹേജൻ പോകുന്നത് നോക്കി നിൽക്കുന്ന അമ്മയും കാണിക്കാണ്. അവരും നല്ല സങ്കടത്തിൽ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹേജിന്റെ അമ്മയും അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട അച്ഛനും ടെൻഷൻ ആവുകയാണ്. അച്ഛൻ കോള് വിളിക്കുന്നുണ്ടെങ്കിലും ഹേജൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. രാത്രിയായിട്ടും നമ്മുടെ ഹേജൻ വീട്ടിലെത്താത്തതുകൊണ്ട് തന്നെ സൻഹയും ജുവോണും ദാലും നല്ല ടെൻഷനിലാണ്. ഇവനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നതേ ഇല്ല. ആ സമയമാണ് ഹേജൻ ദാലിനെ മെസ്സേജ് ഇട്ട് വിളിക്കുന്നത്. പക്ഷെ ഇവരോട് പറയാതെ അവനെ കാണാനായിട്ട് പോവുകയാണ്. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പൊ ദാലിനോടും, നിന്നെ ഞാൻ ഈ കാല് വയ്യാഞ്ഞിട്ടും ഇങ്ങോട്ട് വിളിപ്പിച്ചതിൽ സോറി, ഇനി ഞാൻ സൻഹയോ ജുവോണിനെയാണ് വിളിപ്പിച്ചിരുന്നെങ്കിൽ അവരെന്നെ പറ്റിയിട്ട് ആലോചിച്ച് സങ്കടപ്പെട്ടേനെ. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തി നീയാണ്. ദാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് അവനും ചോദിക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്?
പറയണ്ടെന്ന്. അവര് നിന്നെ കാണാൻ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നീ ചോദിച്ചോ? ഇത് കേട്ട് അവനും ഇല്ല എന്ന് പറയും. അപ്പോഴാണ് ജൂൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവക്കും ഓർമ്മ വരുന്നത്. ജൂൺ അവളോട് ഹേജിന്റെ അമ്മ എന്തുകൊണ്ടാണ് അവനെ കാണാൻ വരാതിരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ ദാലും കഴിഞ്ഞ വെട്ടത്തെ പോലെ തന്നെ അവനെ മനസ്സിലാക്കാനും വേണ്ടിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇത് ഞാൻ ഇന്റേൺ ആയിട്ടിരുന്ന ഒരു സമയത്തുള്ള ഒരു കേസാണ്. ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിന് കാർ ആക്സിഡന്റ് പറ്റി ആ വണ്ടി ഇടിച്ച ആളെ പണിഷ് ചെയ്യണമെന്നായിരുന്നു അവന്റെയും അവന്റെ അമ്മയുടെയും ചിന്ത. പക്ഷെ എന്നാ അവന്റെ അച്ഛൻ അവരുടെ കയ്യിൽ പൈസ മേടിച്ച് ഈ കേസ് അങ്ങ് ഒതുക്കി തീർത്തു. അതുകൊണ്ട് തന്നെ പൈസക്ക് വേണ്ടിയിട്ട് ഇത്രയും കൊതിയുണ്ടെന്ന് പറഞ്ഞ് ആ ഭാര്യയും മകനും അയാളെ ഉപേക്ഷിച്ചു. പക്ഷെ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ മരിച്ചുപോയി. കാരണം അയാൾക്ക് ക്യാൻസർ ആയിരുന്നു. അതൊന്നും അയാൾ ആരോടും പറഞ്ഞില്ല, ഒരു ട്രീറ്റ്മെന്റും എടുത്തില്ല. ഒറ്റയ്ക്ക് ആരുടെ സഹായം ഇല്ലാതെ അയാൾ അങ്ങനെ മരിച്ചു. കാരണം അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള പൈസ എല്ലാം അയാളുടെ ഫാമിലിക്ക് കിട്ടും. അങ്ങനെ അയാളുടെ ഫാമിലിയെ അയാൾക്ക് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നൊരു ചിന്ത അയാൾക്ക് ഉണ്ടായിരുന്നു. ഇത് കേട്ട ഹേജിനും എന്റെ അമ്മയ്ക്ക് എന്നെ കാണാൻ വരാതിരിക്കാൻ ഒരു കാരണമുണ്ട് എന്നാണോ നീ പറയുന്നത്? അങ്ങനെ ദാലിന്റെ ഉപദേശപ്രകാരം നമ്മുടെ ഹേജിൻ അടുത്ത ദിവസം തന്നെ അമ്മയെ കാണാൻ എത്തുകയാണ്. എന്തുകൊണ്ടാണ് തന്നെ ഉപേക്ഷിച്ചു പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ച് അമ്മ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയുകയും അമ്മ ഒരു സോറിയും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട അവനും നിങ്ങൾ എന്തിനാ എന്നോട് സോറി ചോദിക്കുന്നത്? എന്നെ ഉപേക്ഷിച്ച ശേഷം നിങ്ങൾ നല്ലൊരു ജീവിതം ജീവിച്ചായിരുന്നെങ്കിലും വേണ്ടില്ല, എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നിങ്ങൾ ഈ ഒരു അവസ്ഥയെ ജീവിച്ചപ്പോ ഞാൻ നിങ്ങളെ വെറുക്കാനായിട്ട് എത്രമാത്രം ശ്രമിച്ചു എന്നറിയാവോ? എന്നെ ഒരു ചീത്ത മകനാക്കിയപ്പോ നിങ്ങൾക്ക് ഹാപ്പി ആയോ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അച്ഛനും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഹേജിൻ, നീ ഞങ്ങൾ പറയുന്നതൊന്ന് കേക്ക്, അമ്മയ്ക്കും അതിന്റേതായ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് കേട്ട അച്ഛനോടും അവൻ ചോദിക്കുന്നത്, അപ്പൊ അച്ഛനും ഇതൊക്കെ അറിയാമായിരുന്നോ? അപ്പോഴാണ് അമ്മയും പറയുന്നത്, നിന്നോട് ഞാൻ ഇത് പറയല്ലേ എന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം നിന്നോടൊന്നും പറയാതിരുന്നതെന്ന്. എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ സാധാരണമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാ, പക്ഷെ എനിക്ക് മാത്രം ഇതൊക്കെ കിട്ടാൻ എന്താ ഇത്രയ്ക്ക് പാട്? എനിക്ക് ജസ്റ്റ് അമ്മയുടെ കൂടെ ഇരുന്ന് ഒരു ബർഗർ കഴിക്കുന്നതും അച്ഛന്റെ കൂടെ ഇരുന്ന് നൂഡിൽസ് കഴിക്കുന്നതും മാത്രമാണ് എന്റെ സന്തോഷം. പക്ഷെ എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ പറഞ്ഞ് അവന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കും പൊട്ടി. ഇത് കണ്ട് അച്ഛനും അമ്മയും അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് അവൻ അവന്റെ മനസ്സിൽ ഒളിപ്പിച്ചു കൊണ്ടുവരുന്ന ആ സങ്കടമെല്ലാം അവിടെ പൊട്ടിക്കരഞ്ഞ് തീർക്കുകയാണ്. ഇപ്പൊ അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ സൻഹയും ജൂണും ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലെത്തുമ്പോ അവിടെ നമ്മുടെ ഹേജിന്റെ അമ്മയും ഉണ്ട്. ഹേജിന്റെ അമ്മയും ആദ്യമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജൂണും പെരുമാറുന്നത്. ഓ ആന്റി, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതേ ഇല്ല, നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജൂണും പറയും. ഇത് കേട്ട ഹേജിന് എന്തുപടി നീ പറയുന്നത്? എന്റെ അമ്മ അന്നൊന്നും ഒരേ കണക്കിരിക്കുക, സുന്ദരിയ എന്നിങ്ങനെ. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം ഇവർ 5 പേരും ഒരുമിച്ചിരുന്ന് വീണ്ടും ഭക്ഷണം കഴിക്കുകയാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ ഹേജിന് കൊടുത്ത ഫുഡിൽ നിന്ന് അടിച്ചു മാറ്റി കഴിച്ച ജൂൺ ഇപ്പോ അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവരും സന്തോഷിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം ഹാപ്പി ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കും. അപ്പോഴാണ് നമ്മുടെ ജൂണും പറയുന്നത്, അച്ഛാ നിങ്ങൾ പറഞ്ഞ ആ റെസിപ്പി വെച്ച് ഞാൻ ഹേജിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അടുത്ത ടൈം ഞാനത് അച്ഛൻ ഉണ്ടാക്കി തരാമെന്ന് ഇങ്ങനെ പറയും. ഇത് കേട്ട നമ്മുടെ സൻഹയും വായിലിരിക്കുന്ന വെള്ളം എല്ലാം കൂടെ തുപ്പിക്കളയും. ഓൺ ദ സ്പോട്ട് നമ്മുടെ ഹേജിനും വേണ്ട എന്നിങ്ങനെ പറയും. സൻഹയും പറയുന്നത്, എനിക്ക് നീ കേക്ക് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, അതാണ് നിനക്ക് ചേരുന്നതെന്നും. അങ്ങനെ ഇവരെല്ലാരും സന്തോഷത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇപ്പൊ അടുത്ത രംഗത്തില് അച്ഛനും അമ്മയും മാത്രമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വീട്ടിലേക്ക് അവർ തിരിച്ചെത്തിയിരിക്കുന്നത്. ആ കറക്റ്റ് സമയത്തിന് തന്നെ നമ്മുടെ സൻഹയുടെ അച്ഛനും അവിടെ കയറി വരും. എന്തുവാടാ ഒന്ന് കൊട്ടാതെ കയറി വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ്, ഓ നിങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ സൻഹയുടെ അച്ഛനും പറയുന്നത്. അപ്പോഴാണ് ഹേജിന്റെ അമ്മയും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇവര് തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാണെന്ന് മനസ്സിലാക്കി പയ്യെ നമ്മുടെ സൻഹയുടെ അച്ഛനും അവിടെ നിന്ന് എസ്കേപ്പ് ആവും, കുറച്ച് സമയം കൊടുക്കാനും വേണ്ടിട്ട്. പിന്നീട് രാത്രിയിൽ ഹേജിനും അമ്മയും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ സൻഹയും ജൂണും കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഹേജിന്റെ കൂടെയാണോ ഉള്ളതെന്ന് ജൂണും ചോദിക്കുമ്പോ, അല്ല, അവൻ അവന്റെ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയി, എനിക്കിനിയിപ്പോ രാത്രി കഴിക്കാൻ നൂഡിൽസേ ഉള്ളൂ, അത് കുക്ക് ചെയ്യണം എന്നിങ്ങനെ പറയും. അപ്പോഴാണ് അവളും പറയുന്നത്, എങ്കിൽ നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ നിനക്കുള്ള ഫുഡ് കൊണ്ടുവരാം, ഇവിടെ ഫുഡ് ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ ഫുഡുമായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും ഇങ്ങനെ ടെൻഷൻ ആവുന്നത്. അവൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ ജൂണും ഓരോന്നൊക്കെ അങ്ങ് ഇമാജിൻ ചെയ്തു പോവുകയാണ്. ഇതൊക്കെ ആലോചിച്ച് അവളും ടെൻഷനായി പെട്ടെന്ന് അകത്ത് പോയി ഡ്രസ്സ് അങ്ങ് മാറ്റും. ജൂണും ഇങ്ങോട്ട് വരുന്നെന്നറിഞ്ഞ് നമ്മുടെ സൻഹയ്ക്കോ അവളെയും കള്ളും ടെൻഷൻ. അങ്ങനെ പെട്ടെന്ന് ജൂണും ഫുഡ് എടുത്ത ശേഷം അവിടുന്ന് പോകാൻ പോകുമ്പോഴാണ് സൻഹയും പറയുന്നത്, നമ്മുടെ കാര്യം എത്രയും വേഗം തന്നെ വീട്ടിൽ പറയണമെന്ന്. അടുത്ത ദിവസം ദാലിന്റെ ചെക്കപ്പും കഴിഞ്ഞ് നമ്മുടെ ഹേജിനും അവളും കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഹീജു പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തോ ഡേറ്റ് ചെയ്യുവാണോ? അല്ല എന്ന് ഹേജിനും പറയും. അപ്പോഴാണ് അവളും പറയുന്നത്, നീ അവളുടെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇവളെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? ഇത് കേട്ട് അവനും പറയാണ്, എനിക്ക് ഇവള് പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന്. ഇത് കേട്ട് നമ്മുടെ ദാലിനും സന്തോഷം വന്ന് അവളും അവന്റെ കയ്യിലങ്ങ് മുറുക്കി പിടിക്കും. ഇത് കണ്ട ഹേജിനും അങ്ങ് കലി ഇളകിയിട്ട്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ഹേജിനോട് പറയാണ്. ദാലും പറയുന്നത്, ഇന്ന് വൈകുന്നേരം അവൻ ഫ്രീ അല്ല, കാരണം ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ട് ഹീജുവും, ഞാൻ കുറച്ച് ബിസിയാ, അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ സംസാരിക്കണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഫുഡ് കഴിക്കാമല്ലോ. അപ്പോഴാണ് നമ്മുടെ ദാലും പറയുന്നത്, ഞാനും കുറച്ച് ബിസിയാ, അത് മാത്രമല്ല ഞങ്ങൾ ഇനി എപ്പോ ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടിയാലും ഒരുമിച്ച് ഫുഡ് കഴിക്കുമെന്ന്. ഹേജിനും ശരിയാ അവള് പറഞ്ഞത്, അവൾ
അവളിനി എപ്പോഴൊക്കെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാലും ഞാൻ ഒക്കെ മേടിച്ചു കൊടുക്കും എന്നിങ്ങനെ ഹേജിനും പറഞ്ഞിട്ട് അല്ലേലും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്ന രണ്ടുപേരും. ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മുടെ ഹേജിൻ പറയുന്നുണ്ട്, ഹീജുവിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടില്ല നീ അങ്ങനെ സംസാരിച്ചത്, എനിക്ക് തോന്നുന്നത് ഈ ഒരു ഐഡിയ വർക്ക്ഔട്ട് ആവുന്ന. ഇത് കേട്ട് ദാലിനും വിഷമം വന്നിട്ട് അവള് പറയാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടല്ല അങ്ങനെ സംസാരിച്ചത്, പിന്നെ ജുവോൺ പറഞ്ഞത് കൊണ്ടുമല്ല അന്ന് രാവിലെ ഞാൻ ജോഗിങ്ങിന് പുറകെ വന്നത്, പിന്നെ എനിക്ക് സൻഹയെ ഇഷ്ടവും അല്ലായിരുന്നു, എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്നും അവിടെ ഒറ്റ ശ്വാസത്തില് ഒരുമിച്ച് പറയുകയാണ് അവള്. ഇതിങ്ങനെ ഉറക്കെ പറയുന്നതുകൊണ്ട് തന്നെ റോഡിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജുൻഹോയും വരെ ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെ എല്ലാരും കേട്ടെന്നുള്ള നാണക്കേടില് പെട്ടെന്ന് അവളും അവിടെ നിന്ന് ഓടിപ്പോകും. ഇവളും ഇങ്ങനെ സ്പീഡിന് ഓടുന്നുണ്ട്, എടി പെട്ടെന്നൊന്നും ഓടല്, പയ്യെ പോ, നിന്റെ കാല് വയ്യാത്ത എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴാണ് അവളും പറയുന്നത് എന്നെ ഫോളോ ചെയ്ത് വരില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോവും. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ജുവോണിനോട് ഇതാലും ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അവള് സന്തോഷിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും അവളത് തുറന്നു പറഞ്ഞില്ലേ എന്നാലോചിച്ച്. അപ്പോഴാണ് നമ്മുടെ ഹേജിനും അവൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ അടുത്ത ദിവസം രണ്ട് അച്ഛന്മാരോടും സന്നയും ജുവോണും ഡേറ്റ് ചെയ്യുന്ന കാര്യം പറയാനായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് വന്നിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഇവരെല്ലാരും ഇരുന്ന് സംസാരിക്കുകയാണ്. ജുവോണിനോടും സൻഹയോടും പെട്ടെന്ന് കല്യാണം കഴിക്കാനായിട്ടും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇവര് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ സൻഹ ഹീജുനെയും ജുവോൺ ജുൻഹോയും ആണ് ഡേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് രണ്ടുപേരും എണീറ്റ് നിന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ ഡേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത്. അങ്ങനെ ഇക്കാര്യം കേട്ട് അച്ഛന്മാര് ഷോക്കായിട്ടിരിക്കുന്ന കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത എപ്പിസോഡിന് കാത്തിരിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.